89.6 FM Sargakshetra. Christmas special SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മളൊരു കിടിലൻ ഗസ്റ്റിനെ കൊണ്ടാണ് സർഗക്ഷേത്രയിൽ വന്നിരിക്കുന്നത്. ആരാണ് എന്താണ് നമുക്ക് വഴിയെ മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാം, ഒന്നല്ല 1000 ആളുകളായിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. പേടിക്കണ്ട, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് കേട്ടോ. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ്, വളരെ പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോൻ. മഹേഷ് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ക്രിസ്മസ് വിഷസ് എന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് നമ്മൾ ഇന്ന് പൊടിക്കാൻ പോവാ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ക്രിസ്മസിന് ഒരു സ്റ്റാർ അല്ല 1000 സ്റ്റാർസ് ഇവിടെ എത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഹേഷ് ഏട്ടാ, നമ്മൾ ഇന്ന് മഹേഷ് ഏട്ടനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പോവാണ്. നമ്മുടെ കൊച്ചി രാജാവ് സിനിമയിൽ ദിലീപേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടെന്ന്. അതുപോലെ നമുക്ക് മഹേഷ് ഏട്ടൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയതിനു ശേഷമുള്ള ആളെ അറിയാം. പക്ഷെ അതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു വരവ്? ഞാൻ ചെറുപ്പം തൊട്ട് മിമിക്രി ചെയ്യുന്നതാണ്. പക്ഷെ ഒരു സ്റ്റേജില് സജീവമാവുന്നത് ഈ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ളൂ. ചെറുപ്പം തൊട്ടേ മിമിക്രി ചെയ്യും. എന്റെ ചേട്ടൻ മിമിക്രി ചെയ്യായിരുന്നു. അപ്പൊ ആള് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് അങ്ങനെയാണ് ഞാനും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് അങ്ങനെ മിമിക്രിയിലേക്ക് വരുമായിരുന്നു. ഓക്കെ, അപ്പോ ചേട്ടനാണ് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അല്ലേ? മിമിക്രിയിലേക്ക് കൊണ്ടുവന്നതും പിന്നെ എല്ലാം സജഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതും ചേട്ടൻ തന്നെയാണ്. ഓക്കെ ചേട്ടാ, അതുപോലെ ചേട്ടന് ചെറുപ്പം തൊട്ടേ സിനിമയിലേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നോ, താല്പര്യം ഉണ്ടായിരുന്നോ ഈ ഒരു ഫീൽഡ്? സിനിമ ഒരുപാട് കാണുമായിരുന്നു. പിന്നെ എന്റെ വീട്ടില് TV ഇല്ലാത്തതുകൊണ്ട് TV കാണുന്ന പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള വീട്ടിൽ പോയി TV കാണും. അങ്ങനെ തമിഴ് സിനിമ ഒരുപാട് കാണുമായിരുന്നു. അന്ന് ദൂരദർശൻ DTH ആയിരുന്നു. അതുകൊണ്ട് സൺ TV 2 മണിക്കൊക്കെ കുറെ തമിഴ് പടം വരും. പിന്നെ ദൂരദർശൻ, അങ്ങനെ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു. അതായിരുന്നു മെയിൻ ഹോബി. പിന്നെ മിമിക്രി ഈ ദൂരദർശനിലൊക്കെ നസീർക്കയിലൊക്കെ പ്രോഗ്രാം വരുമ്പോൾ ജനാർദ്ദനെയും ഷീലേനെയും നസീറിനെയും നസീർ സാറിനെയൊക്കെ അനുകരിക്കുന്നത് കാണുമ്പോൾ ആ ഡയലോഗൊക്കെ കാണാപ്പാടാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് മിമിക്രി പിന്നെ ഒരു ഫുൾ ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ചേട്ടാ ചെറുപ്പം തൊട്ടേ ഈ വലുതാവുന്ന സമയത്ത് സിനിമയിലേക്ക് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സാധാരണ ലൈഫ്. അതിന്റെ ഇടയ്ക്ക് സ്കൂളില് ആനിവേഴ്സറി ഒക്കെ വരുമ്പോ എന്താ പറയാ, സംഘഗാനം, ദേശഭക്തി ഗാനം ഇതിലൊക്കെ പങ്കെടുക്കുക, പടം വരയ്ക്കുമായിരുന്നു ചെറുതായിട്ടൊക്കെ. അതൊക്കെ ആയിരുന്നു മെയിൻ. പിന്നെ ഒരു 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മിമിക്രിയും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. പക്ഷെ വലിയ പ്രൈസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാവരും പോലെ അടുത്തതായി മധു, അടുത്തതായി ഷീല, അടുത്തതായി ഉമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ സ്റ്റേജ് ഫിയർ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കോളേജ് തല എത്തിയപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ശബ്ദങ്ങളും പിന്നെ നമ്മുടെ കൂട്ടുകാരുടെയും പഠിപ്പിച്ച സാറന്മാരുടെയൊക്കെ ശബ്ദം അനുകരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് അനുകരണത്തിൽ ഇത്തിരി വശമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കൂടുതലായിട്ട് അതില് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയായിരുന്നു. പിന്നെ ആ സമയത്താണ് ഇപ്പോ നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നത്. അതെ, കോമഡി ഉത്സവത്തിലേക്ക് നമ്മൾ പതിയെ വരുന്നുണ്ട്. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ. അത് എന്റെ ഒരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ലൈഫിലെ. ഉറപ്പായിട്ടും. അപ്പോ മിമിക്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ, ഇപ്പോ ചേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അധികം മത്സരങ്ങളിൽ ചെറുപ്പം തൊട്ടേ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് ആ സമയത്തൊക്കെ ഭയങ്കര ഒരു കൗതുകത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഫ്രണ്ട്സൊക്കെ ചേട്ടനെ നോക്കിയിട്ടുണ്ടാവുക. പക്ഷെ അന്നുള്ള അതേ ഫ്രണ്ട്സ് ഇപ്പോഴും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ തരാറുണ്ടോ? കോളേജിലെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കാനാണ്. പിന്നെ കുറെ ഫ്രണ്ട്സ് കോണ്ടാക്ട്സ് ഒക്കെ പോയി. പലരും പല ഭാഗത്താണ്. അപ്പോ അങ്ങനെ എല്ലാരും മിസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ കോണ്ടാക്ട്സ് കുറവാണ്. പൊതുവെ മിക്കപ്പോഴും എല്ലാരും കാണാൻ ശ്രമിക്കും ഈ ഓട്ടത്തിനിടയിലും. ഇപ്പോ
ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഒത്തുകൂടാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ അധികം മിസ് ചെയ്താലും ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ സൗണ്ട് ഒന്ന് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാലും പൊളിച്ച പോരെ. അവരെ പറ്റിച്ച് അവരുടെ സൗണ്ടിൽ വിളിക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ ഒക്കെയല്ല, നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അവരുടെ സൗണ്ടൊക്കെ ഇട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഓരോ ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഞാൻ. പിന്നെ സാറന്മാരുടെ ശബ്ദം അനുകരിക്കാൻ നേരത്ത് സാറന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച ടീച്ചേഴ്സൊക്കെ വന്ന് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഒരു രസമായിരുന്നു ആ സമയത്തൊക്കെ, പഠിക്കുന്ന സമയത്തൊക്കെ. അതൊക്കെയാണ്. ഓ, അതൊക്കെയാണ് മെയിൻ എന്റെ കലാപരിപാടികളെന്ന്. ഓക്കെ. അപ്പോ മിമിക്രി ഒരു മത്സരമല്ലാത്ത സമയത്ത് നമ്മൾ ക്ലാസ്സിൽ നേരം പോക്കായിട്ടും മിമിക്രിയെ അങ്ങോട്ട് ഇറക്കി വിടാറുണ്ട് അല്ലേ? ആ, തീർച്ചയായിട്ടും. എല്ലാരും കൂടുമ്പോഴൊക്കെ മിമിക്രി. പിന്നെ എവിടെ ചെന്നാലും നമ്മള് ഇപ്പൊ ഒരു പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്ന മിമിക്രി തന്നെയായിരുന്നു മെയിൻ. അടിപൊളി. അപ്പൊ ഇന്നെന്തായാലും ഈ ഒരു ക്രിസ്മസ് സമയത്ത് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോനാണ്. ഇന്ന് മുഴുവൻ നമ്മൾ അങ്ങോട്ട് പൊളിക്കാൻ പോവാണ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Christmas special SK Hotspot. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മോടൊപ്പം മിമിക്രിയിൽ ഒരു തരംഗം സൃഷ്ടിച്ച മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണുള്ളത് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോൻ, അല്ലെങ്കിൽ കാമോണ്ട്ര മഹേഷേ അല്ലേ? മഹേഷ് ഏട്ടാ, നമ്മള് ചേട്ടന്റെ ഒരു കഴിഞ്ഞ കാലത്തെ പറ്റി സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ ഓരോ കുട്ടികളോടും പഠിക്കുന്ന സമയത്താണെങ്കിലും പറയും 10 അല്ലെങ്കിൽ +2 ആണ് ടേണിംഗ് പോയിന്റ്. പക്ഷേ ചേട്ടൻ്റെ ലൈഫിലെ ബെസ്റ്റ് ടേണിംഗ് പോയിന്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമഡി ഉത്സവം ഷോ ആയിരുന്നു. സാർ, ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു ഷോയിലേക്ക് എത്തിപ്പെട്ടത്? എന്റെ ഫ്രണ്ട്സ് വഴിയാണ് മിമിക്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ഫ്ലവേഴ്സിൽ ചാനലിലുണ്ട് അറിഞ്ഞത്. അപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഓഡീഷൻ പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഓഡീഷനിൽ അങ്ങനെ പങ്കെടുത്ത് വന്നതല്ല. ഞാൻ അവരായിട്ട് അന്വേഷിച്ചപ്പോൾ സ്പോട്ട് ഡബിംഗ് എന്നാണ് ഒരു സെഗ്മെന്റ് ഉണ്ട്. സോ ഞാനും എന്റെ ചേട്ടനും സ്പോട്ട് ഡബിംഗ് സെലക്ട് ചെയ്തിട്ട് അവര് ഗ്രൂമിങ് നടക്കുന്ന സമയത്ത് ഡയറക്ടറെ കൊണ്ട് കാണിച്ചാൽ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പിസോഡിൽ ചെയ്യാം. അങ്ങനത്തെ ഒരു അറിവ് കിട്ടി. അങ്ങനെ വൈറ്റ്ല മെർമൈഡ് ഹോട്ടലിൽ വെച്ച് കോമഡി ഉത്സവത്തിന്റെ ഡയറക്ടർ സാർ നില സാറിനെ അടുത്ത് കാണിക്കുമായിരുന്നു. സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 212ാമത്തെ എപ്പിസോഡിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു മഹേഷ് കുഞ്ഞുമോൻ ട്രെൻഡ് ആയിരുന്നു അല്ലേ? അങ്ങനെയൊന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാ എന്താ പറയാ, അങ്ങനെ കുറച്ച് ആളുകളാൽ അറിയപ്പെട്ടു. പിന്നെ നാട്ടിലൊക്കെ വലിയൊരു എന്താ പറയാ ഫ്ലെക്സ് ഒക്കെ വന്ന് നാട്ടുകാരൊക്കെ ഫ്ലവേഴ്സിൽ പോയി അഭിനന്ദനങ്ങൾ, അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. പിന്നെ അങ്ങനെ പോയി. പിന്നെ എന്താ പറയാ, അത് ഒരു പക്ഷെ അപ്പോഴൊന്നും എനിക്ക് സ്റ്റേജുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജ് കുറവായിരുന്നു. ആരും പ്രോഗ്രാമിന് വിളിക്കുകയോ നമുക്ക് പ്രോഗ്രാം തരികയോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞു. പഠിത്തം കഴിയുമ്പോൾ വീട്ടില് ജോലിക്ക് പോകണമല്ലോ, നല്ല ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ള പ്രഷറും കാര്യങ്ങളും. അങ്ങനെ ജോലിക്ക് പോയി. ഒരു 3 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ഈ കൊറോണ വന്നത്. അപ്പൊ ഈ കൊറോണ വന്നപ്പോ എന്താ പറയാ, നമ്മള് ഇടയ്ക്കിടയ്ക്ക് ചെറിയ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചെറിയ മിമിക്രി വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമായിരുന്നു റെഗുലറായിട്ട്. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നല്ലതല്ലേ. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് അടുത്ത ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. അതെ, ആ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനു മുൻപ് ചേട്ടാ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെല്ലാവരും, ഇപ്പം എൻ്റെ പരിചയത്തിലുള്ളവരുടെ കാര്യമാണോ ഞാൻ പറയുന്നത്, കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള കഴിവുകൾ നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുവന്ന ഒരു സമയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ടൈമിന് ഇങ്ങനെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ആയിരിക്കും. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാർ ആയത് എനിക്ക് ഉറപ്പാണ് മഹേഷ് ചേട്ടൻ തന്നെയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്വീകരണ മുറികളിലും അല്ലെങ്കിൽ എന്താ പറയുക ഫോൺസിലും ഒക്കെ ഫുൾ വൈറലായത്. കാരണം നമ്മളെല്ലാവരും ഞെട്ടുന്ന തരത്തിലാണ് ചെയ്യേണ്ട ഓരോ പെർഫോമൻസ് ആണെങ്കിലും. കുറേ അധികം ചെല്ലപ്പേരെന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. തൊണ്ടയിൽ AI ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ള അപ്രിസിയേഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ട ഒരു ഫീൽ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ എവിടെ ചെന്നാലും ആരുടെ മുന്നിലും നമ്മളെ പരിചയപ്പെടുത്തണ്ട, ഞാൻ മഹേഷാണെന്ന് പരിചയപ്പെടുത്തണ്ട, മഹേഷ് അല്ലേന്ന് ചോദിച്ച് ഒരുപാട് പേര് വരും. ഏത് നാട്ടിൽ ചെന്നാലും. ഇപ്പൊ അത് GCC ആണെങ്കിലും പുറത്ത് ഗൾഫ് കൺട്രീസ് ആണെങ്കിലും
എവിടെ ചെന്നാലും അതൊരു വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും വന്ന് നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ചേട്ടൻ അടിപൊളിയാണ്, ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ എന്റെ സ്റ്റേജ് പരിപാടികളൊക്കെ നടക്കാൻ നേരത്ത് എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ദൂരത്തുനിന്നൊക്കെ ആളുകൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതൊക്കെ വലിയൊരു സ്നേഹവും സപ്പോർട്ടുമാണ്. പിന്നെ എല്ലാവരും വളരെ ജെന്യുവനായിട്ടാണ് നമ്മളോട് അഭിപ്രായം പറയാറ്. ഇതിപ്പോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് അത് ഞാൻ എടുക്കാറുണ്ട്. എന്നാലല്ലേ നമുക്കത് നമ്മുടെ വഴി അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് കരുതി ജീവിച്ചാൽ ശരിയാവില്ല. നമ്മള് അത് കുറച്ച് നമ്മള് മനുഷ്യരല്ലേ, യന്ത്രമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള എന്താ പറയാ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു ഔട്ട് കൊടുക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. ചിലതൊക്കെ പാളിപ്പോകുന്നത് അതൊക്കെ അത്രയ്ക്ക് ഇപ്പൊ എനിക്ക് മുമ്പത്തേക്കാളും സ്ട്രെയിനാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി. അത് ഒരു ഫാക്റ്റായി മാറി. ഓക്കെ, പക്ഷേ അതിൽ നിന്നൊക്കെ ശരിക്കും മഹേഷ് റിട്ടേൺസ് എന്നുള്ളൊരു പേരോടുകൂടി തന്നെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നു ചേട്ടാ. താങ്ക് യു. കിടിലനായിട്ട് തന്നെ ചേട്ടൻ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു സന്തോഷത്തിന് ഈ ഒരു സമയത്ത് ഒരു പാട്ടായാലോ? ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയോയിലെ കിടിലൻ പാട്ടുകൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ സ്വന്തം മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ തന്നെയുണ്ട്. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. ക്രിസ്മസ് സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മൾ ഈ ഒരു ക്രിസ്മസ് സമയത്ത് ഏറ്റവും കിടിലനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ FM-ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ. മഹേഷ് ഏട്ടോ, ചേട്ടൻ്റെ കോമഡി ഉത്സവം ആ ഒരു ടേണിംഗ് പോയിന്റിനെ പറ്റി പറഞ്ഞു. അതുപോലെ ചേട്ടൻ്റെ ലൈഫിലെ നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ചു. കമോൺറ മഹേഷ് എന്ന് പറയുന്ന നമ്മുടെ മഹേഷ് മിമിക്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ഒരു 3 വർഷത്തിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ശരിക്കും നമ്മളിപ്പോൾ ആരാണെങ്കിലും ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് അതിലെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമയം അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ തിരിച്ചുണ്ടാവും എന്നുള്ളതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഉറപ്പ് നമുക്ക് ചേട്ടൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. സോ കുറച്ച് മുൻപേ പറഞ്ഞിരുന്നു ചേട്ടനാണ് മഹേഷ് മിമിക്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ യൂട്യൂബിലെ ഈ കണ്ടന്റുകൾ ആരായിരുന്നു സെലക്ട് ചെയ്യുന്നത്? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കും. പിന്നെ ചേട്ടന് ഞാൻ ആരൊക്കെ അനുകരിക്കാൻ കഴിയും, ആരൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ കഴിയും, ആരൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ഐഡിയ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ തന്നെ ഓരോ സമയത്ത് സജസ്റ്റ് ചെയ്യും, ഈ സമയത്ത് ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇരിക്കും. അങ്ങനെ ആളുടെ വോയിസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോ പിണറായി സാറും മോദിജിയുടെ പാട്ട് പോലും ചേട്ടന്റെ ഐഡിയ ആണ്. അത് ഭയങ്കര വൈറലായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ചുമ്മാ അതിങ്ങനെ വീട്ടിലിങ്ങനെ ചുമ്മാ ചെയ്യുമ്പോ അത് എന്തുകൊണ്ട് അങ്ങനെ ആക്കടാ, ഇങ്ങനെ ആക്കടാ, അതിങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാന്നൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അതൊന്ന് രണ്ടുപേരും എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റും ചേട്ടാ ഇപ്പോ? അതൊക്കെ കുറെ കാലായില്ലേ. പക്ഷേ സ്റ്റിൽ നമുക്ക് അത് കേൾക്കുമ്പോ എന്താ മാസ്റ്റർ പീസ് അത് തന്നെയാണല്ലോ. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അനുകരിച്ച് സംസാരിക്കാം. നിങ്ങൾ റേഡിയോയില് പിണറായി സാറ് ആയിട്ട് സംസാരിച്ചോളൂ. ഉറപ്പായിട്ടും. വെൽക്കം സാർ, വെൽക്കം. നമസ്കാരം. നമസ്കാരം സാർ, അന്നയാണ് സാർ. എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ട്. ഓക്കെ, ഹലോ. അയ്യോ ക്ഷമിക്കണം സാർ. ക്ഷമിക്കാനായി നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഇല്ല, തെറ്റൊന്നും ചെയ്തില്ല സാർ. സാറിനെ കണ്ടത് കൊണ്ടുള്ള ആ ഒരു സന്തോഷത്തിൽ ചിരിച്ചതാണ്. കാണുകയല്ലോ, കേൾക്കല്ലേ? അതെ. നിങ്ങൾ എന്തുകൊണ്ടാണ് റേഡിയോയില് പിണറായി വിജയനെ കാണാൻ തുടങ്ങി? അയ്യോ സാർ, ഞാൻ ഉദ്ദേശിച്ചത് സാറിന്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് സാറിനൊന്ന് വെൽക്കം ചെയ്ത രീതിയിൽ ചിരിച്ചു പോയതാണ്. അങ്ങനെയുള്ള കമന്റ് അടിയൊന്നും വേണ്ട. ആ കമന്റ് അടി വേണ്ട. ഓക്കെ സാർ, ഓക്കെ. ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു സാർ? നന്നായിട്ടോ? ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. കലക്കി ചേട്ടോ, കലക്കി. എനിക്ക് ചിരിക്കാൻ വേണ്ട. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പേടി ചെയ്തേമ്പോ ഞാൻ ശരിക്കും പിണറായി വിജയൻ സാറിനോടാണോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്?
ഓക്കെ ഓക്കെ, അതെന്തായാലും കൊള്ളായിരുന്നു. നമ്മൾ എന്തായാലും ഇതുപോലെ കിടിലൻ ട്രിക്സുമായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഷോയില് മഹേഷ് ഏട്ടൻ കൂടെ തന്നെ ഉണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞിമോൻ. അതാണ് 89.6 FM സർഗക്ഷേത്ര. ക്രിസ്മസ് സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഷോയില് നമ്മുടെ സ്വന്തം മിമിക്രി താരം തന്നെയാണ് കൂടെയുള്ളത്, മഹേഷ് കുഞ്ഞുമോൻ. മഹേഷ് ഏട്ടൻ്റെ കുറച്ച് മുൻപ് തന്നെ ഞാനൊന്ന് പിണറായി വിജയൻ സാറായിട്ടൊന്ന് സംസാരിച്ചതിൻ്റെ ഷോക്ക് മാറാണ്ട് ഞാനൊരു പാട്ടും കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ചേട്ടാ, ഇതുപോലെ വേറെ ആർക്കെങ്കിലും പണി കൊടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ നോർമലി ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ പുതിയ സിം ഒക്കെ എടുക്കുന്ന സമയത്തെ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലെ CI ആണ് വിളിക്കുന്നത്, നിങ്ങൾ ഇതുപോലെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറ്റിക്കാറുണ്ട്. അതുപോലെ ചേട്ടൻ ആരെങ്കിലും ഇതുപോലെ ആരുടെയെങ്കിലും ഫിലിം സ്റ്റാർസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ വോയിസ് വെച്ച് പറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അതെന്ത് പറ്റി? അല്ല, ഞാൻ കൂട്ടുകാരുടെ അടുത്ത് കാണിച്ചാൽ എനിക്ക് പെട്ടെന്ന് പിരി വരും. അവന്മാരെ പിന്നെ അവന്മാര് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ഈ പല ഇന്റർവ്യൂസിലൊക്കെ പ്രാങ്ക് പോലെ ചെയ്യിപ്പിക്കാൻ ആളുകൾ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കമന്റ്സ് ആയിരുന്നു. ആളുകൾ കമന്റ് അടിക്കുക, എന്തിനാണ് മനുഷ്യ ഇങ്ങനെ മിമിക്രി ഉപയോഗിക്കരുത്. ഞാൻ ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല, അവരുടെ നിർബന്ധം കൊണ്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് അതുകൊണ്ട് ഇനി പലരും ഇന്റർവ്യൂവിൽ ഇപ്പൊ പ്രാങ്ക് ആയിട്ട് ഇയാളെ വിളിച്ച് ഇയാളുടെ ശബ്ദത്തിൽ പറയും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇതുവരെ പോകേണ്ടി വന്നിട്ടില്ല അല്ലേ? ഒരു ആർജനെ വിളിച്ചിട്ട് ജിത്തി ജോസഫ് സാറിന്റെ സൗണ്ടില് അവർക്ക് ചാൻസ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ അവര് അത് വിശ്വസിച്ചു. അയ്യോ, അത് വേറൊരു ഇമോഷൻ ആയി, അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തിലേക്ക് പോയ പോലെ അല്ലേ? ഈ പറ്റിക്കാന്ന് പറയുന്ന ഒരു ഇമോഷൻ വെച്ചിട്ടുള്ള ഒരു കളി. അതെ, ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മഹേഷ് ഏട്ടന്റെ ഫ്രണ്ട്സ് എപ്പോഴും അവെയറാണ്. ഇതുപോലൊരു കോൾ വന്നാലും ഇതിപ്പോ മഹേഷിനെ ആയിരിക്കുള്ളൂ എന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പുഷ്പ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുഷ്പ 2. അതിലൊരു ഡയലോഗ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് നമ്മുടെ ജിസ് ജോയ് സാറിന്റെ വോയിസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് മഹേഷ് നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണെന്നാണ്. കാരണം നമ്മുടെ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു താരത്തിന്റെ വോയിസ് നമ്മൾ ആദ്യമായിട്ട് മറ്റൊരു രീതിയിൽ കേട്ടു. അതായത് നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യുന്നില്ല ഇത്രയും ആപ്റ്റ് ആയിരിക്കും, അല്ല ഇത്രയും പെർഫെക്ഷൻ ആയിരിക്കും എന്നുള്ളത്. എങ്ങനെയായിരുന്നു ആ ഒരു ലയണൽ മെസ്സിയിലേക്കുള്ള ഒരു പരിണാമം? അങ്ങനെ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ മെസ്സിയുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഞാനാണെങ്കിൽ ഫുട്ബോൾ അങ്ങനെ കാണാറൊന്നുമില്ല, നമ്മൾ ക്രിക്കറ്റാണ് കാണാറ്, ഫുട്ബോൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോ അത് സൗണ്ട് കേട്ടപ്പോ ആള് ശബ്ദം ആദ്യമായിട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. കേട്ടപ്പോ നല്ല രസം, നല്ല സമാധാനമുള്ള ഒരു ശബ്ദം അല്ലേ? എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ആളുടെ സൗണ്ട് കേൾക്കുമ്പോ ഇതാണോ ആളുടെ ശബ്ദം എന്ന് തോന്നിപ്പോകുന്ന ഒരു ശബ്ദമാണ്. അപ്പോ കേട്ടപ്പോ ഒരു രസം തോന്നി, അങ്ങനെ ചെയ്തതാണ്. ലയണൽ മെസ്സിയുടെ ആ ഒരു വീഡിയോക്ക് വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട്, പിന്നെ അർജന്റീനയിലെ ഏതോ ആ നാട്ടുകാരിൽ ആരൊക്കെ കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് പറയുന്നതൊന്നും ചിലപ്പോ മനസ്സിലാവില്ല, പക്ഷെ അവര് ഉദ്ദേശിച്ചതായിരിക്കും അല്ലേ? മാക്സിമം പറഞ്ഞ എന്താണോ ആ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയാണ് ചെയ്തത്. അത് മലയാളത്തിൽ എഴുതി പഠിക്കുകയായിരുന്നു. ഓ, നമ്മള് ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെ അല്ലേ? നമുക്ക് അറിയാത്ത ഭാഷയിലുള്ളവരെ ചെയ്യുമ്പോ അത്രത്തോളം വർക്ക് ചെയ്യാറുണ്ട്. ഓ, ഓക്കെ. ഇപ്പൊ കാന്താരയൊക്കെ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഓ, ശരിയാട്ടോ. കാന്താര ഭയങ്കര എന്താ പറയാ, ഡിറ്റോ എന്ന് നമ്മൾ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരുന്നു. കാന്താരയുടെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശരിക്കും പക്ഷെ പേടിക്കും ആ വോയിസ് കേൾക്കുമ്പോൾ. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, കാരണം വേറൊരാളാണല്ലോ ചെയ്യുന്നത്. അതിലാ ഓ എന്നെടുക്കുന്ന സൗണ്ടൊക്കെ വളരെ രസമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് നമ്മുടെ മെസ്സി. മെസ്സിയുടെ വോയിസിൽ എൻ്റെ ഒന്ന് അന്നേന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കട്ടെ എന്ന് എനിക്ക്. അതെ, അന്ന.
Muchare y Toye അങ്ങനെയൊക്കെയാണ് ആളൊരു സത്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെ. നമ്മൾ ഈ ബൈക്കിന്റെ ആക്സിലേറ്റർ യമഹ ബൈക്കിലെ അങ്ങനത്തെ ഒരു ട്യൂണിങ്ങിലാണ് ആള് സംസാരിക്കുക. ഇതിങ്ങനെ സംസാരിക്കും. സത്യം, അതാ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ ഭയങ്കര സമാധാനമായിട്ടുള്ള ശബ്ദമാണ്. പക്ഷെ അത് എന്ത് രസമാണ് കേൾക്കാൻ. ആ ലാസ്റ്റ് പറഞ്ഞ വോവോ എന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അറിയില്ല, ദേഷ്യപ്പെട്ട് പറയണ വാക്കാന്ന് മാത്രം അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ സ്വന്തം മഹേഷ് ഏട്ടൻ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആയിട്ടുള്ള കഥയായിരുന്നു നമ്മളിപ്പോ കേട്ടത്. ഇനിയും കുറേയധികം വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഷോയിൽ ചേർന്നിരിക്കുന്നത്. സോ നമ്മോടൊപ്പം മിമിക്രി താരമായിട്ടുള്ള നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോൻ തന്നെയാണുള്ളത്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Christmas special SK Hotspot. You are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് തന്നെയാണ് ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ഷോയിൽ, ക്രിസ്മസ് സ്പെഷ്യൽ ഷോയിൽ നമ്മോടൊപ്പം സൂപ്പർ ആയിട്ടുള്ള പ്രകടനങ്ങളുമായി കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോൻ ചേട്ടനാണ്. മഹേഷ് ചേട്ടാ, നമ്മൾ ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഗോട്ടിന്റെ കിഡിലൻ പെർഫോമൻസിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സന്തോഷവതിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എനിക്ക് ജാട പറയാലോ, എന്നെ മെസ്സി വരെ അന്നാന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാലോ. അന്നാ അതെന്തായാലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. അപ്പോൾ ഈ യൂട്യൂബ് കമന്റ്സിന്റെ ഒരു ഘോഷയാത്ര തന്നെ ചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കമന്റ്സ് കാണുന്ന സമയത്ത് ചേട്ടൻ എങ്ങനെയാണ് പ്രതികരിക്കാറ്? ഇപ്പോൾ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ആവശ്യമാണ്. പോസിറ്റീവ് നമുക്ക് ഒരു സപ്പോർട്ടിനാണെങ്കിൽ, നെഗറ്റീവാണ് കൂടുതൽ ആവശ്യം നമ്മുടെ ഇനിയുള്ള ഒരു ജേർണിയിലേക്ക്. സോ എങ്ങനെയാണ് കമന്റ്സിനോടൊക്കെ ചേട്ടൻ റിയാക്ട് ചെയ്യാറ്? കമന്റ്സിനോട് എല്ലാം സ്വാഗതം ചെയ്യാറുണ്ട്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം പ്രേക്ഷകരുടെ ടൈം കൊടുത്ത് അവരെന്റെ പെർഫോമൻസ് കാണാൻ എന്താ പറയാ അവര് കാണുന്നു. കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ട വശങ്ങൾ പറയുന്നു, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുമ്പോ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്നൊരു വ്യക്തി ഒരു പാട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പാട്ട് പാടാൻ നേരത്ത് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കില്ലേ? നമുക്ക് പാടുമ്പോ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ലല്ലോ, ഞാൻ പാടിയ ആ ഭാഗത്തൊക്കെ തെറ്റുപറ്റിയൊന്നും നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ലേ? അതുപോലെ ഞാൻ മിമിക്രി ചെയ്യുമ്പോ ഞാൻ ചില വോയിസ് ചെയ്യുമ്പോ എനിക്ക് ആ ഒരു ഇത് കയറി വന്നു, അത് കയറി വന്നു എന്നുള്ള ഒരു തോട്ട് എന്റെ മൈൻഡിൽ വരും. അത് സെറ്റായില്ല. അപ്പൊ അത് ആളുകൾ കമന്റിലൂടെ പറയാറുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ അത് എല്ലാവരും മാന്യമായിട്ടുള്ള രീതിയിൽ അത് പറയാറ്. പിന്നെ ചിലവരൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലും കമന്റ് ചെയ്യാറുണ്ട്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്താ പറയാ, ഞാനൊരു യന്ത്രം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞാൻ അനുകരിക്കുന്ന എല്ലാം പെർഫെക്റ്റ് ആണെന്നോ എവിടെയും പറയുന്നില്ല. ഇതൊക്കെ ഒരു പാട്ടുകാരന് മറ്റുള്ള കലാരൂപങ്ങളെ പോലെയല്ല മിമിക്രി എന്ന് പറയുന്നത്. ഒരു പാട്ടുകാരന് പാടുന്ന പാട്ട് അവന് എത്ര വർഷം വേണമെങ്കിലും പാടാം. നമുക്ക് ആ പാട്ട് എപ്പോഴും കേൾക്കാം. എത്ര വട്ടം കേട്ടാലും നമുക്ക് മതി വരാത്ത പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ നമുക്ക് പക്ഷെ മിമിക്രിക്കാരനെ സംബന്ധിച്ചുള്ള ഒരു ഡയലോഗ് ഒരു 100 വട്ടം പറഞ്ഞാൽ മടുക്കും. ആവർത്തന വിരസത എന്നുള്ളൊരു കാര്യം സംഭവിക്കും. അപ്പൊ ഞങ്ങൾക്ക് സെക്കൻഡ് വെച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ താരങ്ങളെ പഠിക്കണം, പുതിയ വോയിസുകൾ, പുതിയ മാനറിസങ്ങൾ അവതരിപ്പിക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്താ പറയാ, ആളുകൾ ഇങ്ങനെ ചിലരൊക്കെ വളരെ മോശമായിട്ട് നെഗറ്റീവ് കമന്റുകൾ പറയാറുണ്ട്. പിന്നെ നമ്മളൊരു ഞാനൊരു പറയാനുള്ള മെയിൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം എല്ലാം പെർഫെക്റ്റ് കൊടുത്തിട്ട് പെർഫെക്ഷനിൽ എന്തെങ്കിലും കുറവ് വന്ന ആളുകൾ പ്രതീക്ഷിക്കുന്ന പെർഫെക്ഷനാണ്. മഹേഷ് പെർഫെക്റ്റ് ചെയ്യാവൂ എന്നുള്ളൊരു രീതിയിൽ ആളുകൾ കാണുന്നത്. അതിലൊരു സന്തോഷമുണ്ട്. കാരണം ബാക്കിയുള്ള മ്യൂസിക്കാരെ പോലെ എന്നെ ആരും കണ്ടിട്ടില്ല.
ബാക്കിയുള്ള മിക്കക്കാര് ആവറേജ് ചെയ്താലും എല്ലാവരും അടിപൊളി എന്ന് പറയുമെങ്കിലും മഹേഷ് കുഞ്ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അടിപൊളി എന്ന് പറയുള്ളൂ. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് ആ സ്നേഹം എവിടെ ചെന്നാലും എനിക്ക് ആളുകൾ തരുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് നമ്മളെ മാനസികമായിട്ട് തളർത്താറൊന്നുമില്ല. പക്ഷെ ഈ നമുക്ക് ബോഡി ഷേമിങ് അങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോൾ എന്താ പറയാ, അവരോട് എനിക്ക് പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പൊ. എനിക്ക് എന്റേതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കുറെ ഉണ്ട്. പ്രത്യേകിച്ച് എന്റെ മുഖം, എന്റെ പല്ലുകള് ഇതുവരെ വെച്ചിട്ടില്ല, പല്ലുകൾ നഷ്ടമായിട്ട്. പിന്നെ പണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പോലും എന്റെ മുഖത്ത് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ഓരോന്നും എനിക്ക് മുഖത്ത് ഫീൽ ചെയ്യാം. കാരണം അത്രയ്ക്ക് മുഖത്ത് സ്റ്റീലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മിമിക്രി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ വേദനകളും കാര്യങ്ങളൊക്കെ മറന്നു പോകാം. ഇപ്പൊ മുൻപത്തേക്കാളും സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ തന്നെ കമ്പയർ ചെയ്യും. ഞാൻ എങ്ങനെയായിരുന്നു മുന്നേ, ഞാനിപ്പോ പണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തിരുന്ന വോയിസ് പോലും ഇപ്പൊ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വിഷമം ഉണ്ട്. അത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു റിക്കവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ സന്തോഷമുള്ള കാര്യം ഞാൻ കൂടുതലായിട്ട് ചെയ്തും ആഗ്രഹിച്ചും പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. പിന്നെ എല്ലാ കാലത്തും പെർമനന്റ് അല്ലല്ലോ, എല്ലാം കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഇനി അടുത്ത മഹേഷ് കുഞ്ഞാവും വരും, പുതിയ ടാലന്റുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഞാനിപ്പോ എല്ലാ കാലത്തും ഇങ്ങനെ നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാലത്തിനനുസരിച്ച് പുതിയ ആർട്ടിസ്റ്റുകൾ വരണം, പുതിയ ടാലന്റുകൾ മിമിക്രിയിൽ വരണം. മിമിക്രി എന്ന കലാരൂപം നിലനിൽക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നമുക്ക് അറിയാം ചേട്ടാ. അതുപോലെ ഇപ്പൊ ചേട്ടൻ കുറച്ച് മുൻപേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പേഴ്സൺസും കടന്നു പോകുന്നത് പലതരത്തിലൂടെ ആയിരിക്കും. പക്ഷെ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കൂടി മാത്രമാണ്. ചേട്ടൻ എന്തായാലും ആ ഒരു സപ്പോർട്ട് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്തുനിന്ന് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് മുൻപേ യൂസ് ചെയ്തൊരു വേർഡ് തന്നെ, അല്ലെങ്കിൽ യൂസ് ചെയ്ത ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, മഹേഷ് റിട്ടേൺസ്. അപ്പോൾ മഹേഷ് റിട്ടേൺസ് തിരുമ്പി വന്നാച്ച്. അപ്പോ നമുക്ക് പാട്ട് കേട്ടാലോ ചേട്ടാ? പാട്ടിന് ശേഷം ഒരു കിടിലൻ റൗണ്ട് കാത്തിരിക്കുന്നുണ്ട്. ആ റൗണ്ടിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ക്രിസ്മസ് സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നയാണ് കൂടെയുള്ളത്. പക്ഷേ എന്നോടൊപ്പം ഇന്ന് നിരവധി താരങ്ങളെ ഒരൊറ്റ ആളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മഹേഷ് കുഞ്ഞുമോനുണ്ട്, ദ മിമിക്രി ആർട്ടിസ്റ്റ്. മഹേഷ് ഏട്ടാ, നമ്മൾ കുറച്ച് മുൻപ് പാട്ടിന് മുൻപേ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ചെറിയ റൗണ്ട് വരാൻ പോകുന്നുണ്ടെന്ന് അല്ലേ? ഈ റൗണ്ടിന്റെ പേര് ക്യൂ റൗണ്ട് എന്നാണ് കേട്ടോ. ക്വിക്ക് ക്വസ്റ്റ്യൻ റൗണ്ട്. ഭയങ്കര സ്പീഡിലായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് ആ സൗണ്ടും കൂടി കേൾക്കാൻ പറ്റുവാണെങ്കിൽ ചേട്ടനൊന്ന് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഓക്കെ, അത് മതി, അത് കേട്ടാ മതി ഞമ്മക്ക്. ഓക്കെ, അപ്പോ നമ്മുടെ ആദ്യത്തെ ക്വിക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും ആദ്യം ചെയ്ത സൗണ്ട് ഏതായിരുന്നു? വിനീത് ശ്രീനിവാസന്റെ ശബ്ദം. യെസ്, ദ എപ്പിക് വൺ അല്ലേ? ഇതിന് വേണ്ടിയിട്ടായിരുന്നു. എന്റെ സൗണ്ടായിട്ട് വളരെ അടുത്തിരിക്കുന്ന സൗണ്ട് അതാണ്. ഉറപ്പായിട്ടും ഞാൻ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നേരം. ഞാൻ ഇത്രയും നേരം, അതായത് നമ്മളിപ്പോ ഇന്റർവ്യൂ സംസാരിച്ച് തുടങ്ങിയപ്പോ തൊട്ട് ഇത്ര നേരം ഞാൻ ഈ ചോദ്യം ചോദിക്കാഞ്ഞത് ഈ ഒരു റൗണ്ടിന് വേണ്ടി മാത്രമാണ്. എനിക്കറിയാം വിനീത് ശ്രീനിവാസൻ ഇതിൽ ഡെഫിനറ്റ്ലി വലിയൊരു ഭാഗം തന്നെയായിരിക്കുന്നത്. സോ വിനീത് ശ്രീനിവാസന്റെ ആ ഒരു സൗണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുമോ നമുക്കിപ്പോ? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഈ എഫ്എമ്മിന്റെ ഏതാണ്? സർഗക്ഷേത്രയിലാണ്. കാതോരം കാത്തിരിക്കാൻ കാലത്തിനൊപ്പം അല്ലേ? കാതോരം കരുതലായി കാലത്തിനൊപ്പം. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അപ്പൊ എന്റെ കൂടെയുള്ളത് നമ്മുടെ ഈ എഫ്എമ്മിൽ വർക്ക് ചെയ്യുന്ന അന്നയാണ്. ഫുൾ ടൈം ശരിയാണ് കേട്ടോ, എന്നെ പോലെ തന്നെയാണ്. എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ റേഡിയോയിൽ കേട്ടായിരുന്നു പിണറായി സാറായിട്ട് സംസാരിക്കുന്നത്. പിണറായി സാർ ചിരിക്കുന്നില്ല, പക്ഷെ അന്നയാണ് കൂടുതൽ ചിരിക്കുന്നത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മഹേഷേട്ടാ പൊളി, കലക്കി, ഒരു രക്ഷയില്ല, പൊളി. ഇതാണോ ഹാപ്പി
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? ഇല്ലില്ല, എത്ര സ്പീഡ് കുറവാന്ന് മാത്രം. എനിക്ക് ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ സ്പീഡ് ഇപ്പൊ വരും കേട്ടോ. ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ സൗണ്ട് ആരുടെ ആയിരുന്നു? അപ്രീഷിയേഷൻ കിട്ടിയ സൗണ്ട് പിണറായി വിജയൻ. ഓക്കെ, നേരത്തെ വന്നായിരുന്നല്ലേ ആള്. എങ്കിൽ ഗസ്റ്റ് റോള് വന്ന കാരണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ സൗണ്ട് ആരുടെ ആയിരുന്നു? എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെയാണ്. അതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ പോലെ. അങ്ങനെ കിട്ടിയ സൗണ്ട് ഏതാണ് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ആലോചന കേട്ടോ. ഒരുപാട് എന്നാ നമുക്ക് ക്യുക്ക് മാറ്റി സ്ലോ ക്വസ്റ്റ്യൻ ആക്കിയേക്കാം, കുഴപ്പമില്ല, പ്രശ്നമില്ല. ചേട്ടാ ആലോചിച്ചോളൂ. അതായത് പ്രതീക്ഷിക്കാതെ കിട്ടിയ സൗണ്ട്. അതെ അതെ അതെ, ചേട്ടന് ചെയ്യാൻ ഒരിക്കലും പ്രതീക്ഷിക്കാൻ. പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ മെസ്സിയൊക്കെ ആയിരിക്കും. മെസ്സി ആയിരിക്കും അല്ലേ? കാരണം മെസ്സിനെ അങ്ങനെ ഫോളോ ചെയ്യാത്ത ആളല്ല ഞാൻ. പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടൊരു ഇഷ്ടം തോന്നി പെട്ടെന്ന് ആ സൗണ്ടിലേക്ക് വരുമായിരുന്നു. മെസ്സിയുടെ ശബ്ദം അനുകരിച്ച പിന്നെയാണ് എനിക്ക് മെസ്സിയുടെ സൗണ്ട് വഴി 2-3 സൗണ്ട് എനിക്ക് വേറെ കിട്ടിയായിരുന്നു. അതാരൊക്കെയായിരുന്നു? അത് നമ്മുടെ ബ്ലസ്സി സാറിന്റെ വോയിസ് ഒക്കെ മെസ്സിയുടെ വോയിസിൽ നിന്ന്. ഈ മെസ്സിയുടെ വോയിസ് എടുക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. നിങ്ങൾക്ക് അണ്ണൻ തമ്പി എന്ന സിനിമ കണ്ടിട്ടില്ല? അണ്ണൻ തമ്പി. അതെ, കണ്ടിട്ടുണ്ട്. പിന്നെ പഞ്ചാബ് ദിവസം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതില് ഊമകള് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയല്ലേ? അതെ അതെ. ആ ഒരു ലൈൻ പിടിച്ചിട്ട് അയ്യോ, ഇതൊക്കെ എങ്ങനെ? കൊള്ളാം. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ആ സോഴ്സ് എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അപ്പോ അതിന്റെ കൂടെ കിട്ടിയ വോയിസ് ആയിരുന്നു ബ്ലസ്സി സാറിന്റെ. ബ്ലസ്സി സാറിന്റെ വോയിസ് ഇങ്ങനെയാണ്. ആള് ഭയങ്കര വിറച്ച് സംസാരിക്കും. ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യോബിനെ ഞാൻ എന്റെ ഹീറോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആട് ജീവിതം എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. പക്ഷെ അന്നയ്ക്ക് അതൊരു അനുഭവമാണോ എന്ന് എനിക്കറിയില്ല. വലിയൊരു അനുഭവമായിരുന്നു സാർ. വലിയൊരു അനുഭവം തന്നെയായിരുന്നു ബ്ലസ്സി സാർ. താങ്ക് യു. നമ്മൾ എന്തായാലും ഇതുപോലെ കിടിലൻ ട്രിക്സുമായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഷോയില് മഹേഷ് ഏട്ടൻ കൂടെ തന്നെയുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞിമോൻ. അതാണ്. 89.6 FM സർഗക്ഷേത്ര. ക്രിസ്മസ് സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഫുൾ പവറിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് നമ്മുടെ മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോനാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം പോകുന്നു. ടഫ് വോയിസ്, ഏറ്റവും ടഫ് ആയിട്ടുള്ള വോയിസ് ആരുടെ ആയിരുന്നു? കാന്താര. ഓക്കെ, കാന്താര പോന്നോട്ടെ. ഞാൻ അങ്ങോട്ട് നീങ്ങിയിരുന്നേക്കാം. അയ്യോ, അതൊക്കെ ചെയ്ത ഞാനിപ്പോ പിന്നെ ശബ്ദം ഉണ്ടാവില്ല. എങ്കിൽ ശരി. ടഫ് വോയിസ് എന്ന് പറയുന്ന പോലെ വാവ് മാത്രം പറയാം. ശരി, ഓക്കെ. ഓക്കെ, കൊള്ളാം. എന്തായാലും ടഫ് വോയിസ് ആയതുകൊണ്ട് നമ്മൾ അത്രയും ചെയ്യിപ്പിക്കുന്നില്ല. ഓക്കെ ചേട്ടാ, അടുത്തത് വേഗം ചോദിക്കുകയാണെ. മഹേഷ് കുഞ്ഞുമോന്റെ കയ്യടി കിട്ടിയ കുറേയധികം ആക്ടേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞത് ആരുടെ ആയിരുന്നു വോയിസ്? അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആണോ? ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാൻ. ശരിയാവാത്ത വോയിസുകൾ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ. ഫസ്റ്റ് ധ്യാൻ ശ്രീനിവാസൻ. ആണോ? ധ്യാൻ ശ്രീനിവാസൻ കറക്റ്റ് ആയിരുന്നില്ല? ഇല്ല, അത് ഫ്ലോപ്പാണ്. ആണോ? ശ്രീകണ്ഠൻ നായർ ഫ്ലോപ്പാണ്. പിന്നെ ഗണേഷ് കുമാർ ഫ്ലോപ്പാണ്. ഗണേഷ് കുമാറിന്റെ എനിക്ക് ആക്ച്വലി തോന്നിയായിരുന്നു അത്രയും പെർഫെക്റ്റ് അല്ലാന്ന് തോന്നിയായിരുന്നു കേട്ടോ. ധ്യാൻ ശ്രീനിവാസൻ പക്ഷെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അത് എനിക്കും തോന്നിയ കാര്യമാണ്. പെർഫെക്റ്റ് കാര്യം. പിന്നെ പെർഫെക്റ്റ് അല്ലായിരുന്നു. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ടല്ലേ. ഓക്കെ, ഞാൻ ധ്യാനിന്റെ പക്ഷെ എനിക്ക് വലിയ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷെ ഗണേഷ് കുമാർ സാറിന്റെ എനിക്ക് തോന്നിയായിരുന്നു. ഇത്തിരി കൂടെ ചേരുവ ചേർക്കാനുണ്ട്. ഞാനിപ്പോ ഓരോ ശബ്ദത്തിൽ നിന്ന് വേർതിരിച്ച് വെക്കണം. അപ്പൊ ഫസ്റ്റ് ഒരു വോയിസ് അനുകരിക്കുമ്പോ എല്ലാ വോയിസിനും മിസ്റ്റർ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. അത് ഓരോരുത്തരെ മാറ്റിയെടുത്താലാണ് അത് ശരിയാവത്തുള്ളൂ. നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന പോലെ അല്ലേ, ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ്. ഇപ്പൊ പ്രണവ് മോഹൻലാലിനെ ആദ്യം അനുകരിച്ചപ്പോ ഒരാളൊന്നും പറഞ്ഞു അതില് വേറെ ഏതോ ഒരുത്തും കയറി തന്നെയുണ്ടെന്ന്. അത് ജിത്തി ജോസഫ് കയറിയുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ആദ്യമായിട്ട് അനുകരിക്കുമ്പോ ജിത്തി ജോസഫും എല്ലാവരും ഒരു ചെറിയൊരു മൂളല് വരെ ചിലപ്പോ വിനീത് ശ്രീനിവാസൻ കയറി വരാല്. വിനീത് ശ്രീനിവാസൻ പിന്നെ വരുമല്ലോ, ധ്യാന്റെ കൂടെ വരുമായിരിക്കും. അതെ. പക്ഷെ രണ്ടിന്റെ സ്റ്റൈല് വേറെയാ. വിനീത് ശ്രീനിവാസൻ ചുമ്മാ എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുമ്പോ
എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എന്നായിരിക്കും ധ്യാൻ ശ്രീനിവാസൻ പറയാം. ശരിയാണ്, നല്ല വ്യത്യാസങ്ങളുണ്ട്. ശ്രീനിവാസന് ഏട്ടെന്ന് പറയില്ല. ധ്യാൻ ശ്രീനിവാസനെ തോന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഏട്ടൻ എന്നുള്ള വാക്ക്. അത് ഏട്ടെന്ന് നമ്മൾ പറയുമ്പോ ധ്യാൻ ശ്രീനിവാസൻ പറയാം എന്റെ ഏട്ടനോട് ഏട്ടൻ എന്നാ പറയാ. അതെ അതെ ശരിയാണ് കേട്ടോ. അതൊക്കെയാണ് ഒരു പോയിന്റ്. പിണറായി സാറ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ അപ്പോ അത്ര ശരിയാവാത്തതും കുറച്ച് പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തത് അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അതെ ഉറപ്പായിട്ടും പാടിപ്പോകും. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇത് കുറച്ച് കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഞാൻ ആദ്യമായിട്ട് പ്രണവ് മോഹൻലാലിന്റെ ശബ്ദം ഞാൻ ആദ്യം പെർഫെക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ പെർഫെക്റ്റ് ആണെന്നല്ല, നമ്മളിപ്പോ ഈ മുടി കെട്ടിയിടാണ്ട് അയച്ചിട്ട് നോക്ക്, കഴിച്ചിട്ട് നിൽക്കണ അടിപൊളിയാ. താങ്ക് യു. ഓക്കെ 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 ശരിയാണ്. നമ്മുടെ കാരണം ഈ പെർഫെക്റ്റ് അല്ലാന്ന് പറഞ്ഞിട്ട് അനുകരിക്കുന്നതിനൊക്കെ നമ്മള് ഭയങ്കര കോൺഷ്യസ് ആവുകയും അതേന്ന് ചെറിയൊരു പോയിന്റ് മാറി പോയില്ലേ, അപ്പൊ നമ്മൾ അതിനെ ശ്രദ്ധിച്ചാ ചെയ്യാ. പിണറായി സാറ് എനിക്ക് ടെൻഷനില്ല, വിനീത് ശ്രീനിവാസൻ ടെൻഷനില്ല, ഷൈൻ ടോൺ ടെൻഷനില്ല, വിനായകൻ ചേട്ടൻ ടെൻഷനില്ല, വിജയ് സേതുപതി ടെൻഷനല്ല, നരേന്ദ്രമോദി സാർ ഒട്ടും ടെൻഷൻ. ഓക്കെ ഓക്കെ അടിപൊളി. അപ്പോ അതുപോലെ ചേട്ടാ വോയിസ് ചെയ്തിട്ട് ഏറ്റവും ഞെട്ടിയത്, അതായത് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ആരുടെ ആയിരുന്നു? എന്റെ പ്രതീക്ഷിക്കാത്ത വോയിസ് ആയിരുന്നു നെട്ടി എന്ന് പറയുന്നത്. പിന്നെ കാന്താരയൊക്കെ ആയിരുന്നു. കാരണം കൂടുതലും മലയാളം വോയിസുകൾ അനുകരിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിൽ നിന്ന് മാറി വേറൊരു വോയിസ് അനുകരിച്ചപ്പോ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആരും അങ്ങനെ അനുകരിച്ച് കണ്ടിട്ടില്ലല്ലോ. ശരിയാണ് ശരിയാണ്. അതൊക്കെ ഭയങ്കര റെയർ സൗണ്ട്സ് ആണ്. കാരണം അധികം അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രോളും നമ്മൾ നേരിടേണ്ടി വരുവേ. ട്രോളൊന്നുമില്ല. ട്രോളൊക്കെ നേരിടുവാണെങ്കിൽ ഞാനിപ്പോ സീറ്റിൽ പോയ ഐറ്റംസിലൊക്കെ ട്രോള് മേടിക്കണം. പക്ഷെ ആളുകൾ കമന്റ് അടിക്കുന്നത് വളരെ ജെന്യുവനായിട്ട് വരുന്നത്, മനുഷ്യ അത് ഇത്തിരി ശരിയായില്ല, പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മനുഷ്യ അത് പെർഫെക്റ്റ് ആക്കും, ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരാളുടെ ശബ്ദം പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. കാരണം അവരുടെ വീഡിയോസ് കാണുന്നതിനേക്കാളും പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്നത് അവരെ നേരിട്ട് കണ്ട് പഠിക്കുന്നത്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് അവരുടെ ചേഷ്ടകളും അവരുടെ സ്റ്റൈലും അവരുടെ മാനറിസങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാനും ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ കഴിയും. പിന്നെ ഓരോന്നിനും ഓരോ ടൈമുണ്ട്, അതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അനുകരിക്കും. അതിന്റേതായ സമയമുണ്ട് ദാസ, അതുപോലെ അതിന്റേതായ സമയമുണ്ട് കുഞ്ഞുമോനേന്ന്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ തന്നെ. എന്റെ ബാബുരാജ്, വിനോദ് ശ്രീനിവാസൻ, പിണറായി വിജയൻ സാറ്, മോദിജി, വിനായകൻ ചേട്ടൻ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് ആദ്യമായിട്ട് ഇറക്കുമ്പോൾ അവര് കരുതുന്നത് ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത വോയിസുകളാണ് ഇതൊക്കെയാണ്. പക്ഷെ ഇത് കുറെ നാളുകളായിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് എനിക്ക് പെർഫെക്റ്റ് ആണെന്നുള്ള ഓരോരുത്തർക്കും ഓരോരോ ആയുധങ്ങളുണ്ടല്ലോ, ഓരോരോ കയ്യിലുള്ള സാധനങ്ങൾ, അതുപോലത്തെ ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പൊ അത് പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഒരു 10ൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നപ്പോ ഇനി വരുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത വരുമല്ലോ അല്ലെ. ചിന്ത മാത്രമല്ല, ആളുകൾ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഇതാണ് എനിക്ക് ബാക്കി എല്ലാവരുടെ നിന്നുള്ള സ്നേഹവും സപ്പോർട്ടും. കാരണം മിമിക്രിയില് എനിക്ക് അങ്ങനത്തെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ റൗണ്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. പക്ഷെ പാട്ടുകൾ വരുന്നുണ്ട്. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഇല്ല കുഞ്ഞു, ഇത് ഇത്ര തന്നെയായിരുന്നു. വെറുതെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പേടിക്കണ്ട, സത്യമായിട്ട് ഇത്ര തന്നെയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിന്റെ സമയമാണ് മഹേഷേട്ടാ. നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമല്ലോ അല്ലേ? യെസ്. അപ്പോ എന്റെ കൂടെ ഉണ്ട് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോൻ. 89.6 FM സർഗക്ഷേത്ര ക്രിസ്മസ് സ്പെഷ്യൽ SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം മഹേഷ് കുഞ്ഞുമോൻ ചേട്ടനാണുള്ളത്. മിമിക്രിക്കാരുടെ ഒരു പേടി സ്വപ്നം. അയ്യോ, നമ്മളെന്തായാലും ക്വിക്ക് ക്വസ്റ്റ്യൻ റൗണ്ട് വലിയൊരു സ്വീകാര്യത തന്നെ നേടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ചേട്ടാ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ അധികം ആളുകൾ ഇങ്ങനെ വന്ന് പോവായിരുന്നു. ഓക്കെ, അപ്പോൾ
ചേട്ടാ കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ട്രെൻഡിങ്ങിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്നുള്ളൊരു കാര്യം അല്ലേ. ഇപ്പോൾ പാട്ടുകാർക്കാണെങ്കിൽ അവരുടെ ഒരു പാട്ട് നമ്മൾ എത്ര വട്ടം കേട്ടാലും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ മിമിക്രിക്കാർക്ക് അങ്ങനെയല്ല. ഒരു വട്ടം ചെയ്തു കഴിഞ്ഞാലും രണ്ടാമത്തെ വട്ടം ചെയ്യാൻ പോകുമ്പോൾ അതൊരു ആവർത്തന വിരസത തന്നെയാണ് അല്ലേ. യെസ്. അപ്പോൾ ഈ ട്രെൻഡിങ് ആകുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇവന്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ എത്രത്തോളം ടൈം എടുക്കാറുണ്ട്? ഞാൻ പൊതുവെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ എന്താ പറയാ, സ്റ്റേജ് എന്തിന്റെ സ്റ്റേജാണ്, അതായത് എന്ത് പ്രോഗ്രാമാണ് ശ്രദ്ധിക്കും. അപ്പൊ ആ പ്രോഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഫിക്റ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സ് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാനൊരു ചാക്യാർകൂത്ത് പോലെയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ കാണുന്ന പോലെ ഞാൻ അവതരിപ്പിക്കാറുള്ളത്. അതായത് പിന്നെ യൂട്യൂബിലും ആണ് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നത് കൂടുതലായി. ഓക്കെ, അതിനാണ് ടൈം കുറച്ചുകൂടി പോവാറുള്ളത് അല്ലേ? കാരണം യൂട്യൂബിൽ അവതരിപ്പിക്കുന്ന പോലെ സ്റ്റേജിൽ അവതരിപ്പിച്ച നമുക്ക് ഒരിക്കലും സ്റ്റേജിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം സ്റ്റേജിൽ ലൈവായിട്ട് ആളുകൾ കാണുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മള് യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് ഇപ്പൊ 4 മിനിറ്റിന്റെ വീഡിയോ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാനും വീണ്ടും ഇങ്ങനെ പുറകോട്ടടിച്ച് നോക്കാനും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ലൈവായിട്ട് കാണുമ്പോൾ നമുക്ക് ആ പെട്ടെന്ന് ആ സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഞെട്ടലും ഒരു ഇതുണ്ടല്ലോ, അത് പിന്നെ നമുക്ക് റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ സാധിക്കില്ല. ആ ഫസ്റ്റ് കാണുമ്പോ തന്നെ ഉള്ളൊരു ആ ഒരു ഹാപ്പിനെസ് വേറെയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നിൽ കാണുന്നത് എന്താണോ ലൈവായിട്ട് അവരുടെ വോയിസിൽ തന്നെ. ഇപ്പൊ എന്നോട് വിനീത് ശ്രീനിവാസൻ സംസാരിച്ച സിനിമാ ഡയലോഗുകളൊന്നും അല്ലല്ലോ, ലൈവായിട്ടല്ല. അതുപോലെയാണ് ഞാൻ പിണറായി സാറായാലും ലൈവായിട്ടാണ് സംസാരിച്ചത്. അതുപോലെയാണ് ഞാൻ സ്റ്റേജിൽ എപ്പോഴും യൂട്യൂബ് വീഡിയോസിനും ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന വീഡിയോസിനും മാത്രമേ നോക്കാറുള്ളൂ. ഓക്കെ ചേട്ടാ, അതുപോലെ കുറച്ച് മുൻപേ നമ്മള് മഹേഷ് ചേട്ടന്റെ ബ്രദറാണ് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഇവാലുവേഷനും അല്ലെങ്കിൽ മൊത്തത്തിലൊരു കറക്ഷനൊക്കെ പറഞ്ഞു തരാ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നല്ലോ. നമ്മളൊരു മെന്റർ പോലെയാണ് ചേട്ടന്റെ. അപ്പോ ചേട്ടന്റെ കൂടെ ആരംഭിച്ചതാണ് നമ്മുടെ കോമഡി ഉത്സവത്തിലത്തെ ആ ഒരു പ്രോഗ്രാം. ഫസ്റ്റ് ഷോ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു ചെയ്തതെന്നും പറഞ്ഞായിരുന്നു. ഇനി നമുക്കൊരു കൊളാബ് പ്രതീക്ഷിക്കാമോ നിങ്ങൾ രണ്ടുപേരുടെയും? ചേട്ടൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചേട്ടൻ കുറെ ജോലി തിരക്കിലാണല്ലേ. പിന്നെ ചേട്ടൻ മിമിക്രിന്ന് മാറി എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ചെയ്ത സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് കറക്റ്റായിട്ട് ഓപ്പണായിട്ട് പറയും. അത് തിരുത്താനും ഞാനും അങ്ങനെയാണ് പോകുന്നത്. ആള് കറക്റ്റായിട്ട് ആൾക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. എന്തെങ്കിലും വീഡിയോ ഇറക്കിയ ആൾക്കാരുടെ കമന്റ് ആള് ഓൾറെഡി പറഞ്ഞു തരും. അല്ല, നീ ഈ വീഡിയോ ഇറക്കിയ ആളുകൾ മൊത്തം നെഗറ്റീവ് ആയിരിക്കും, ഈ വീഡിയോ ഇറക്കിയ ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ സംഭവിക്കും. അപ്പൊ ഞാൻ പറയും, ആ ചേട്ടൻ പറഞ്ഞു ശരി, അതുപോലെ തന്നെ സംഭവിച്ചു. പ്രവചന സിംഹമേ. അതല്ല, ആളൊരു പ്രേക്ഷകന്റെ ഒരു മൈൻഡിൽ നിന്നാ കാണുന്നത്. പിന്നെ ഇച്ചിരി ജഡ്ജ്മെന്റ് കൂടുതലായിട്ട് ജഡ്ജ്മെന്റ് ഇച്ചിരി കൂടുതലായിരിക്കും ചേട്ടന്. അപ്പൊ കറക്റ്റ് ഒപ്പീനിയൻ കിട്ടും. അതുകൊണ്ട് ഞാൻ ഓരോ പുതിയ വോയിസ് ചെയ്യുമ്പോഴും ചേട്ടന്റെ അടുത്ത് പോയിട്ട് കാണിക്കും. ചേട്ടൻ ഇങ്ങനെ ഓക്കെ പറയണമെങ്കിൽ ഇത്ര ടൈം എടുക്കും. അതിങ്ങനെ അത്രയും കഷ്ടപ്പാടാണ്. അങ്ങനെയാണ് ആ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അർത്ഥം. ആ വീട്ടിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് ഒരാൾ ഉള്ളതുകൊണ്ടാണ് മഹേഷ് പൊന്നോൻ ഇത്രയും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മിമിക്രി കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പറഞ്ഞു, എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് ആ ചെയ്യുന്നവർക്കേ അറിയുള്ളൂ. ആ ഒരു ബെസ്റ്റ് സംഭവം, നമുക്ക് ബെസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് തരാ എന്നുള്ളതാണല്ലോ ഒരു എയിം, അൾട്ടിമേറ്റ് എയിം. യെസ്. പ്രേക്ഷകർ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകര് അവരുടെ ടൈം കൊടുത്തും അവരുടെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു സിനിമ മോശമായാൽ പോലും അത് മോശമാണെന്ന് പറയാനുള്ള റൈറ്റ്സ് ഏതൊരു പ്രേക്ഷകനും ഉള്ള പോലെയാണ് ഏതൊരു കലാരൂപമായാലും ആർട്ടിസ്റ്റ് അത് എന്താ പറയാ, അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക. നമ്മൾ അതിൽ എത്രത്തോളം പണിയെടുത്തു എന്നുള്ളത്, അങ്ങനെ എക്സ്ക്യൂസുകൾ പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ സിനിമയിലായാലും പോലും മോശം സിനിമ എടുത്തു വെച്ചിട്ട് ഇത് ഇത്രയും പേരുടെ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് എല്ലാവരും മോശം പറയരുതെന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. കാരണം ഒരു സാധാരണക്കാരൻ അവന്റെ കാശ് കൊടുത്ത് എത്രയും 2.5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പോവുക. അതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകരും പറയണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്നുള്ളത് പറയാതെ.
ഞാൻ തന്നെ സമ്മതിച്ച കാര്യങ്ങളല്ലേ. ഞാൻ ഷാസാമിന്റെ പെർഫെക്റ്റ് അല്ല, ശ്രീനിവാസൻ പെർഫെക്റ്റ് അല്ല, ശ്രീണനാര് പെർഫെക്റ്റ് അല്ല. ഞാൻ പെർഫെക്റ്റ് ആണ്. ഞാൻ അത് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ശ്രീണസാർ പെർഫെക്റ്റ് ആയിട്ടാണ് അണിയിരിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പെർഫെക്റ്റ് അല്ല, പക്ഷെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ആളുകൾ പറയുന്നു. അപ്പൊ നല്ല നല്ല ഭയങ്ങൾ എടുക്കുക. പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നാണ് എന്റെ ഒരു ഇത്. അതെ, അതങ്ങനെയാണ് ആ ഒരു യൂണിവേഴ്സലിന്റെ ലോ. പറയാം. എല്ലാരും തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം തന്നെ ഇല്ല. ഉറപ്പായിട്ടും യെസ്. ആ ഒരു വലിയൊരു പ്രപഞ്ച സത്യത്തോടു കൂടി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുണ്ട് നമ്മുടെ സ്വന്തം മഹേഷ് കുഞ്ഞുമോൻ. 89.6 FM സർഗക്ഷേത്ര. Christmas special SK Hotspot. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം ഫുൾ പവറിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് നമ്മുടെ മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോനാണ്. കമോണ്ട്ര മഹേഷെ, നമ്മൾ എന്തായാലും മഹേഷ് ചേട്ടന്റെ കുറേയധികം വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചേട്ടാ, കുറച്ച് മുൻപേ നമ്മൾ ഒന്ന് സംസാരിച്ചു വെച്ചതാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രാക്ടീസ് സെഷൻസിന്റെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണോ? ശരിക്കും എങ്ങനെയാണ് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ പോകുന്നത്? എന്റെ വീടിന്റെ സൈഡ് വഴി ഒന്ന് പോയാൽ മതി, അപ്പൊ അറിയാം. അവിടെ വീടിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ആൾക്കാർ ദൈവമേ ഇവിടെ എന്താ നടക്കുന്നേ കോലാഹലം എന്നുള്ള രീതിയിലാണോ? ഫുൾ സമയത്തും ഓൺ ആയിരിക്കും? ഞാനിവിടെ ഒരു സ്പീക്കറും മൈക്കും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഫുൾ ടൈം ഇവിടെ ഓരോരോ ശബ്ദങ്ങൾ കേൾക്കാം. ഓക്കെ, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടാണ്? എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്കപ്പോഴും ഒരു മാസത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും പോയി കാണും. ഈ നമ്മുടെ ടിനി ജോസഫിന്റെ അമ്പാന്റെ ശബ്ദം പഠിക്കാൻ വേണ്ടി ഞാൻ ആവേശം സിനിമ 5 പ്രാവശ്യം കണ്ടതാണ്. സജിൻ ഗോപു അല്ലേ? സജിൻ ഗോപു. ഓ, എന്നിട്ട് ഇപ്പൊ ഓക്കെ ആണോ വോയിസ്? പിന്നല്ലാണ്ട് വരെ സ്റ്റോറി ഇട്ടല്ലേ, ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. എങ്കിൽ അമ്പാനൊന്ന് വരാൻ പറ്റുമോ ഇപ്പൊ? അതിനെന്താ, അണ്ടമ്പട്ട് ജ്യൂസ് പാട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താടാ എനിക്ക് ബോറടിച്ച ഇപ്പൊ അവിടൊന്നും എനിക്കും തിരുവട്ടം മനസ്സിലായിട്ടില്ല. അണ്ടപ്പെട്ടിയത് ഞാൻ വെട്ടിയത് അത് തന്നെ അണ്ടപ്പെട്ടിയതാ. ഞാൻ അടിച്ചു ദിവസമായിരുന്നു. ഓക്കെ, നമ്മുടെ ഫഹദിന്റെ സൗണ്ട് രംഗണ്ണന്റെ സൗണ്ട് കൂടെ പറ്റുമോ? അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള വോയിസ് ആണ്. ഞാൻ അനുകരിക്കുന്നതിൽ ഏറ്റവും പാടുള്ള വോയിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ തന്നെയാണ്. ഭയങ്കര പാടാണ്. ആളിങ്ങനെ ചേഞ്ചസ് ഭയങ്കര നല്ലോണം ഒബ്സർവ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ. അദ്ദേഹത്തിന് വേണമെങ്കിൽ എടമോനെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ അമ്പാനും രംഗണ്ണനും ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ചേട്ടന്റെ ഫാമിലിനൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നമ്മൾ കുറെ അധികം നാളെ ചേട്ടന്റെ ബ്രദറിനെ മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള ആരൊക്കെയാണുള്ളത് വീട്ടില്? അച്ഛന്റെ പേര് കുഞ്ഞുമോൻ. ഓക്കെ, അതാണ് മഹേഷ് കുഞ്ഞുമോൻ. പിന്നെ അമ്മ തങ്കമ്മ, പിന്നെ ചേട്ടൻ അജേഷ്. ഇവര് 4 പേരാണ് ഇപ്പൊ എന്റെ ഫാമിലി. ഓക്കെ, അടിപൊളി. അതുപോലെ ചേട്ടന്റെ മിമിക്രി അല്ലാതെയുള്ള മഹേഷ് കുഞ്ഞുമോൻ ആരാണ്? ലൈക്ക് വേറെ എന്തെങ്കിലും ഹോബീസോ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടോ? ചെറുപ്പത്തില് ഡ്രോയിങ് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും? വേറെ എനിക്ക് സിനിമയാണ് മെയിൻ. സിനിമ വിട്ടൊരു കളിയില്ല. അതില്ല. പിന്നെ പാട്ടുകൾ ഒരുപാട് കേൾക്കും. ഓക്കെ, പിന്നെ പാരമ്പര്യം ഇപ്പൊ ഇല്ല. പിന്നെ മിമിക്രിയാണ്. പിന്നെ ആരടുത്ത് സംസാരിച്ചാലും അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരുടെ ടോൺ എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ശ്രദ്ധിക്കും. ഒബ്സർവേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒബ്സർവ് ആവുന്നതാണ്. കാരണം കുറെ പേരെ അനുകരിക്കുമ്പോ ഇപ്പൊ ഞാനൊന്ന് ഈ പിണറായി സാറിനെ കൂടുതലായിട്ട് അനുകരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊന്ന് കൈവൊക്കെ പിണറായി സാറിന് കൂടെയാവും. അതെ, എനിക്ക് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മഹേഷ് ചേട്ടാ, വിനീത് ശ്രീനിവാസന്റെ കറക്റ്റ് ലൈക്ക് ഇപ്പോ ഒരു ഡ്യൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെയാണ് പല സമയത്തും ചേട്ടന്റെ ചിരി മുഖത്തിൽ, ഐ മീൻ നേരിട്ട് നമ്മൾ വീഡിയോസിൽ കാണുന്ന സമയത്ത്. ഞാൻ ഒരിക്കലും വിനീതേട്ടന്റെ ചിരി
അനുകരിക്കുന്നതല്ല, ഞാൻ ചിരിക്കുന്ന തന്നെ വിനീതേട്ടനെ പോലെയായി ചിരിക്കുന്നത്. രണ്ടുപേരുടെ ചിരി ഒരുപോലെ ആയി, അതുകൊണ്ട് എളുപ്പമായി. അതെ, അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പിന്നെ അതുപോലെ ചേട്ടന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ, ചില സമയത്ത് മുഖച്ഛായ നല്ല രീതിയിൽ ഫീൽ ചെയ്യാറുണ്ട് വിനീതേട്ടന്റെ കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് അലച്ചേ ബർത്ത്ഡേയും സെയിം ആണ് ഞങ്ങൾ രണ്ടുപേരും. ബർത്ത്ഡേ സെയിം ആണ്, ബർത്ത്ഡേ ബേബീസ് ആണ് നിങ്ങളപ്പോ. ഒക്ടോബർ 1 ഞാനും വിനീതേട്ടനും പിഷാരടിക്കും. അടിപൊളി. അത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആയി പോയി, കോംബോ. ഒക്ടോബർ 1 മണിമുത്തുകൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമിന് പേരിട്ടിടാം. ഓക്കെ, അപ്പോ വിനീതേട്ടൻ നമ്മുടെ അടുത്ത് കുറച്ച് മുൻപേ വന്നിട്ടുണ്ടായിരുന്നു, അറിയാം. എങ്കിലും ഇനി വിനീതേട്ടന് അടുത്ത് എന്തെങ്കിലും ഷോസ് ഒക്കെ ഒരുമിച്ച് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഉണ്ടോ? എനിക്കിതുവരെ അദ്ദേഹത്തെ നേരത്തെ കാണാൻ പറ്റിയിട്ടില്ല. ആണല്ലേ? ഓയ്യോ, കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നാണത്. പിന്നെ ഞാൻ എത്ര വർഷമായി അദ്ദേഹത്തെ അനുകരിക്കുന്നു. ഒരു 7ാം ക്ലാസ് തൊട്ടുള്ള ഒരു ഈ 2024 വരെയായി. പക്ഷെ അദ്ദേഹത്തെ ഒരു ദിവസം കാണും, അദ്ദേഹത്തിനോട് പെർഫോം ചെയ്യാൻ, ഒരുമിച്ച് സ്റ്റേജ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വൈകാതെ നടക്കുമെന്നുള്ള പ്രാർത്ഥന. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും സ്പെഷ്യൽ വിഷസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിജയനെ കാണണമെന്ന് പോലെ. ഞാൻ ഓക്കെ, അതെന്തായാലും അത്രയും ആഗ്രഹത്തോട് കൂടിയിട്ടാണെങ്കിൽ നമ്മുടെ പൗലോ കൊയ്ലോ പറയുന്ന പോലെ എല്ലാ യൂണിവേഴ്സ് മൊത്തം കൂടെ നിൽക്കുമെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതുപോലെ ഡെഫിനറ്റ്ലി ഒരു ദിവസം ഒരുമിച്ച് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. 89.6 FM സർഗക്ഷേത്ര Christmas special SK Hotspot. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം ഫുൾ പവറിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് നമ്മുടെ മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോനാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇനി ചേട്ടൻ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സിനെ പറ്റിയിട്ടാണ്. ഏതെങ്കിലും ഡബ്ബിംഗ് പരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരുപാട് ചെയ്തു. ഇനി അതൊക്കെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് ഹെറന്ന മൂവിയാണ്, അതാണ് ലാസ്റ്റ് ഇറങ്ങിയത്. പിന്നെ അതിനു മുമ്പ് തിയേറ്ററിൽ ഒരു പടം ഇറങ്ങി. പക്ഷെ അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആർക്കും അത് ഇതുവരെ അറിയില്ല എന്നാണ് എന്റെ ഒരു തോന്നല്. ഏതായിരുന്നു ചേട്ടപ്പോ? ടപ്പെന്ന മൂവി, നമ്മുടെ മാത്യു ഒക്കെ അഭിനയിച്ചിട്ടുള്ള മൂവിയിലല്ലേ? അതില് ഗുരു സോമസുന്ദരത്തിന് ഞാനായിരുന്നു ശബ്ദം. ആഹാ, ഓക്കെ, അടിപൊളി. അപ്പോ ഇനി കപ്പല്ലാതെ വേറെ മൂവീസും ഇനി വരാനിരിക്കുന്നുണ്ടോ? ഇനി വരാനിരിക്കുന്ന എന്താ പറയാ, ഞാൻ സൂര്യ സാറ്റർഡേ എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തിരുന്നു, അത് ഇറങ്ങി. ചേട്ടന്റെ ഓൺ വോയിസിൽ തന്നെയാണോ? അതൊക്കെ എന്റെ ഓൺ വോയിസ് തന്നെയാണ്. ഓക്കെ, ഓൺ വോയിസിൽ ചെയ്യുന്നതാണ്. ഞാൻ അവതാർ എന്നാണ് മൂവി ചെയ്തതും ഓൺ വോയിസിലാണ്. ഇനി അവതാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അടുത്ത തേർഡ് പാർട്ടിന് വേണ്ടി. അത് അടുത്ത വർഷം ഡിസംബറിൽ റിലീസ് ആവും. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്, കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ അല്ലാതെ എന്റെ ശബ്ദം ഞാൻ തിയേറ്ററിലെ ഒരു നായകന്റെ ശബ്ദത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് അവതാർ എന്ന പടമാണ്. ഓ, അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണല്ലേ? പിന്നല്ലാതെ അത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമായിട്ട് അത് ഒരുപാട് പേര് തിയേറ്ററില് ഫാമിലിയോടൊപ്പം ഒന്ന് കാണുമ്പോൾ ഈ നമ്മുടെ ഉദയനാടുകാരൻ സിനിമയില് നമ്മുടെ സലികുമാരേട്ടൻ. അതെ 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 അതെ. അതുപോലെ ചേട്ടാ, ഈ ഒരു മൂവിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ലൈക്ക് ഡബിങ്ങിന് വേണ്ടി എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെട്ടത്? ഞാൻ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ആദ്യ കാലത്തൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുള്ള ഡബിങ്ങിനാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് തമിഴ് ടു മലയാളം, തെലുങ്ക് ടു മലയാളം. അവരിൽ ആ കാസ്റ്റില് ഞാൻ അനുകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് ഡബ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഡബ് ചെയ്ത ഒരു പടമാണ് വിക്രം എന്ന് പറഞ്ഞ പടം. അത് തന്നെ ഈ മിമിക്രി ഒക്കെ കണ്ടിട്ട് ആൾക്കാർ അവിടുത്തെ ടീം വിളിച്ച് ചെയ്യിപ്പിച്ചതാണ്. അതിൽ 7 പേർക്ക് ഞാൻ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരും ഡബിങ് ഫീൽഡിൽ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം എനിക്ക് ഒരുപാട് വർക്കുകൾ വന്നു തുടങ്ങി. പിന്നെ ഡബിങ് ഫീൽഡില് എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് കൈലാഷ് ഋഷി എന്ന് പറഞ്ഞൊരു ചേട്ടൻ. ഡബിങ് ഡയറക്ടറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഹേനാന മൂവി ചെയ്തത്, ഹനുമാൻ മൂവി ചെയ്തത്, പിന്നെ അവതാർ മലയാളം ചെയ്തത്. പിന്നെ ഒരുപാട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ലബ്ബർ പന്ത് എന്ന മൂവി ചെയ്തിരുന്നു. അതില് നമ്മുടെ അട്ടക്കത്തി ദിനേശ് എന്ന് പറഞ്ഞ അതില് ഹീറോയുടെ വോയിസ് ഞാനായിരുന്നു ചെയ്തത്. ഓക്കെ, നിഖില വിമലൊക്കെ ഉള്ള സിനിമയാണല്ലോ ലബ്ബർ പന്ത്. ആ ക്രിക്കറ്റ് മൂവി. ഓക്കെ 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 ഓക്കെ. അത് പിന്നെ
ഒരുപാട് വർക്കുകൾ കൈലാഷ് ചേട്ടനെ ചെയ്തിട്ടുണ്ട്. കൈലാഷ് ചേട്ടൻ മിക്ക വർക്കിൽ എന്നെ ഉൾപ്പെടുത്താറുണ്ട്. അത് നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ ഇനി അവതാരണക്ക് വേണ്ടി വരും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ചേട്ടൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വോയിസ് എടുത്തിട്ടുള്ള സിനിമ വിക്രമാണ്. അത് വിക്രം തന്നെയായിരിക്കും. കാരണം എനിക്ക് ആ സിനിമയിൽ മാത്രം എന്റെ വോയിസ് ഈ മിനിറ്റ് ആകുമ്പോ എന്റെ വോയിസ് കേൾക്കാന്ന് പറയേണ്ട കാര്യമില്ല. പടം തുടങ്ങി അവസാനം വരെ ഫുൾ എന്റെ വോയിസ്. അതെ അതെ അതെ. 7 പേരെന്നൊക്കെ പറയുമ്പോ മറ്റേ ദശാവതാരം എന്നൊക്കെ പറഞ്ഞ പോലെ സപ്താവതാരമായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ മഹേഷ് ചേട്ടാ. 89.6 FM സർഗക്ഷേത്ര. Christmas special SK Hotspot. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബെസ്റ്റ് സ്പെഷ്യൽ തന്നെ ഞാൻ പറയും. കാരണം ഇത്രയധികം ആളുകളെ ഞാൻ ഒന്നിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇത്രയധികം ആളുകളെ ഒരുമിച്ച് ഞാൻ സ്പെഷ്യലി സെലിബ്രിറ്റീസിനോട് ഒരുമിച്ച് ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള ഭാഗ്യം ഒരുക്കി തന്നതിന് ഞാൻ മഹേഷ് ചേട്ടനോട് 1000 നന്ദി പറയാണ്. മഹേഷ് ചേട്ടോ, അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു ചോദ്യത്തിലേക്ക് അവസാനത്തെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു സീസൺ ക്രിസ്മസ് സീസൺ ആണ്. സോ ക്രിസ്മസ് സ്പെഷ്യൽ പരിപാടികൾ എന്തൊക്കെയാണ്? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ നല്ല രീതിയിൽ ഇനിയിപ്പോ? തീർച്ചയായിട്ടും ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയറും ഞാൻ എന്റെ വീട്ടിലല്ലാന്നുള്ളൂ, UK-യിലായിരിക്കും. ആഹാ, അങ്ങ് ദൂരെ UK-യിലായിരിക്കും അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് നോർമലി ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ചേട്ടൻ്റെ റോളുകൾ എന്തൊക്കെയായിരിക്കും വീട്ടിലാണെങ്കിൽ? ഇവിടെ തന്നെ സ്റ്റാർ കുക്കല്, പിന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക, പിന്നെ കരോളുകൾ വീട്ടിൽ വരും. അതൊക്കെ നല്ല രസമാണ്. ഇവിടെ കൂടുതലായിട്ട് ആഘോഷിക്കുന്ന ഓണമാണ് മെയിൻ. ക്രിസ്മസ് ക്രിസ്മസ് കരോളിന്റെ കൂടെ ഒക്കെ പോകാറുണ്ട്. പിന്നെ ഇത്തവണ ക്രിസ്മസിന് പരിപാടികൾ ഒരുപാടുണ്ട്. പിന്നെ UK-യിലേക്ക് 26-ാം തീയതി UK-യിലേക്ക് പോവാണ്. അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ് നേരെ UK-യിലേക്ക്. ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല ഞാൻ. പിന്നെ ഇവിടെ ഞാൻ പറക്കും അല്ലേ? ഓക്കെ മഹേഷ് ചേട്ടാ, എനിക്ക് ഒരു ലാസ്റ്റ് ഒരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട്, നമ്മുടെ മോദിജിയുടെയും ഒരു മിക്സിംഗ് ഉണ്ടായിരുന്നല്ലോ, കുറെ അധികം ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു ഫ്യൂഷൻ, അതുപോലൊരു പാട്ടും കൂടി പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ ഏതെങ്കിലും കരോളോ അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചേട്ടന് ഓക്കെ ആയ ഏതെങ്കിലും ഒരു പാട്ട്, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മാത്രം. ഞാനിപ്പോ ഒരു കരോളും ഇപ്പൊ നമ്മുടെ ഈ ഹേ ബനാനെ ഒരു പൂത്തരാമോ എന്നൊരു പാട്ടിന്റെ ഒരു കരോളുകാരൻ ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ അതെ. ചേട്ടന് ഇഷ്ടമുള്ള ഞാനൊരു എന്താ പറയാ ആവശ്യങ്ങളും ഇല്ല, ചേട്ടൻ ഏതാന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ചോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് സെലിബ്രേഷൻ ആയിക്കോട്ടെ, ആരാണെങ്കിലും കുഴപ്പമില്ല. പിണറായി സാറും മോദിജിയും പാടാം. അതെ ഓക്കെ. ലോകൈകനാഥൻ പോകാം നമുക്കൊന്നായി ആർത്ത് പാടാം ഇന്ദിരാവിൽ. തട്ടി കൈകൾ തട്ടി തപ്പുകൾ കൊട്ടി വരവേൽക്കാം. മേലെ മേലെ ദൂരെ താരം മിന്നി വഴികാട്ടി. ദൂതരോടൊന്ന് ചേർന്നാർത്ത് പാടി ഹല്ലേലൂയ ഒന്നായി ഏറ്റുപാടാം. കിന്നരവാദ്യഘോഷങ്ങളോടെ ദൈവത്തിൻ പുത്രനെ വാഴ്ത്തിടണ്ടേ. മന്നീടണേ പ്രത്യാശ എന്നിൽ തന്നീടണേ. ഈ ലോകർക്കായി വന്നിടണേ. നിസ്സേഹമെന്നും നൽകിടണേ പിൻറായ്. എന്റെ ദൈവമേ, ഞാനിവിടെ വായ പൊത്തിരിക്കുവായിരുന്നു ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ണീശോയേ വന്നിടണേ, ആ ഒരു പോർഷൻ ഒരു രക്ഷയില്ലായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കിടിലൻ ക്രിസ്മസ് വിഷസോട് കൂടി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഷോ വൈൻഡ് അപ്പ് ചെയ്താലോ? നമ്മളെല്ലാവരുടെയും എന്താ പറയാ ക്രിസ്മസ് എല്ലാം ലൈറ്റപ്പ് ആക്കിയതിന് നമ്മുടെ സ്വന്തം മഹേഷ് ഏട്ടന് ഒരു കിടിലൻ താങ്ക്സ് പറയാണ്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസും അതുപോലെ കുറേയധികം സ്റ്റാർസിനെ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതിനും ഒരുപാട് താങ്ക്സ്. ഇനിയും ഒരുപാട് ശബ്ദങ്ങളാൽ ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് പറ്റട്ടെ. ആൻഡ് ചേട്ടന്റെ ഫ്യൂച്ചറിന് ഒരു കിടിലൻ ഓൾ ദി ബെസ്റ്റും നമ്മുടെ സർഗക്ഷേത്ര ടീമിന്റെ വകയും അറിയിക്കുകയാണ്, എസ്പെഷ്യലി അന്നയുടെ വക. താങ്ക് യു. അപ്പോ കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 സർഗക്ഷേത്ര.